ഇന്നത്തെ വീഡിയോ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന പള്ളിയിൽ കീബോർഡൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അവരെ അത് പഠിക്കാൻ സഹായിക്കുന്നതാണ്. നമുക്കറിയാം പല ട്യൂണുകൾ നിലവിലുണ്ട്. അതിൽ ഓരോ ട്യൂണുകളായിട്ട് നമ്മൾ ഈ വീഡിയോയിലും അതുപോലെ വരുന്ന വീഡിയോസിലും ഒക്കെ ആയിട്ട് നമ്മളത് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോസിൽ നിന്നത് പഠിക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ചങ്ങനാശ്ശേരി ട്യൂണിൻ്റെ അർണാബസ, അതായത് ഈ ട്യൂണുണ്ടല്ലോ, ഈ ട്യൂണാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം ഇൻട്രൊഡക്ഷൻ മ്യൂസിക് അതെങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ശ്രദ്ധിച്ചു. വളരെ സ്ലോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെയാണ്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ റൈറ്റ് സൈഡിൽ ഈ കീബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കീസ് കൃത്യമായിട്ട് ഏതാണെന്ന് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് അത് നിങ്ങളുടെ കീബോർഡിലൊക്കെ ഒന്ന് വായിച്ച് നോക്കാൻ ട്രൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോഡ്സ് കൂടെ ഈ ഡി മേജറിൻ്റെ സ്കെയിലിൽ ആണ് ഈ പാട്ട് നമ്മൾ ഇന്ന് പഠിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കോഡ്സ് കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യം ഓർത്ത് വെക്കുക, ഇതാണ് ഡി മേജർ കോഡ്. അതായത് ഡി എഫ് ഷാർപ്പ് എ എന്ന് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു കോഡാണ് എ മേജർ. ഇത് എ മേജർ കോഡ്. അതുപോലെ പിന്നെ വരുന്നതാണ് ബി മൈനർ വരുന്നു. അതുപോലെ ജി മേജർ. ഈ കോഡ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ കോഡ്സ് ഞാനിപ്പോൾ കാണിച്ചത് ഇങ്ങനെയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇൻവേർഷൻസ് എന്ന് പറഞ്ഞാൽ ഉദാഹരണം കാണിച്ചാൽ ഇപ്പോൾ ഇത് ഡി ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിൻ്റെ ഈ ഡി എന്നുള്ളത് ഈ നോട്ട് അപ്പുറത്ത് പ്ലേ ചെയ്താലും ഇത് ഡി തന്നെയാണ്. ഡി മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷൻ എന്ന് പറയും. അതുപോലെ ഈ ആദ്യത്തെ രണ്ട് നോട്ട് എടുത്ത് അവസാനമായിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ പ്ലേ ചെയ്താൽ ഇതും ഡി തന്നെയാണ്. ഇത് ഡി മേജറിൻ്റെ സെക്കൻഡ് ഇൻവേർഷൻ എന്ന് പറയും. അങ്ങനെ എല്ലാ കോഡ്സിനും നമ്മൾ പ്ലേ ചെയ്യുന്ന കോഡ്സിൻ്റെ ഫസ്റ്റ് നോട്ട് ചിലപ്പം അവസാനത്തിലായിരിക്കും പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ രണ്ട് നോട്ടും ചിലപ്പം ലാസ്റ്റിലത്തേക്ക് നമ്മൾ പ്ലേ ചെയ്യും. അപ്പോൾ അങ്ങനെ ഹോം കോഡ്, ഫസ്റ്റ് ഇൻവേർഷൻ, സെക്കൻഡ് ഇൻവേർഷൻ എന്നീ കോഡ്സൊക്കെ അവിടെ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഇൻവേർഷൻസ് ഒക്കെ, കോഡ്സിൻ്റെ ഇൻവേർഷൻസ് ഒക്കെയാണ് നമ്മൾ പാട്ടിനകത്ത് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ മ്യൂസിക് പഠിക്കാം. അതിനുശേഷം അതിൻ്റെ പാട്ടിലേക്ക് കടന്നു വരാം. നമ്മളിപ്പം പള്ളിയിലൊക്കെ വായിക്കുകയാണെങ്കിൽ കീബോർഡിൽ വായിക്കുമ്പോൾ സാധാരണ നമ്മൾ റിതം ബാക്കപ്പ് ചെയ്തുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കീബോർഡുകളിലൊക്കെ മിക്കവാറും ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന യൂസർ റിതംസ് കാണും. ഇപ്പോൾ ഈ കീബോർഡിലൊക്കെ ആണെങ്കിൽ നബസായ്ക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന റിതംസ് ഉണ്ട്. മിക്കവാറും പള്ളികളിലുള്ള ഉപയോഗിക്കുന്ന കോർഗിൻ്റെ കീബോർഡുകളിലും അതുപോലെ യമഹയുടെ കീബോർഡുകളിലും ഒക്കെ അത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആ റിതം ഉപയോഗിക്കുകയാണ്. അത് നമുക്കറിയാം, ഒരു 4/4-ൻ്റെ റിതം നമ്മൾ ഉപയോഗിക്കുന്നു. അതിനൊരു ടെമ്പോ, അതിൻ്റെ സ്പീഡ് ഒരു 104 ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് വായിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വായിക്കുക. അപ്പോൾ അത് സ്പീഡ് കുറച്ചൊന്ന് കാണിക്കാം, നോക്കി പഠിച്ചോണേ. ഇതാണ് അതിൻ്റെ ആദ്യത്തെ മ്യൂസിക്. പാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഡി മേജർ എന്നുള്ള കോഡ് നമുക്ക് പ്ലേ ചെയ്യാം. ഡി മേജർ എന്ന് പറയുമ്പോൾ ഡി എഫ് ഷാർപ്പ് എ, ഈ 3 നോട്ട്സ് ആണ്. ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, ഈ 3 നോട്ട്സ് ആയിരിക്കണം പ്ലേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് എ മേജർ കൊടുക്കാം. എ മേജർ എന്ന് പറയുമ്പോൾ അതിൽ വരേണ്ട നോട്ട്സ് എ, സി ഷാർപ്പ്, ഇ, ഈ 3 നോട്ട്സ് ആണ് അതിൽ വരേണ്ടത്. ഞാനിപ്പോൾ അതിൻ്റെ എ മേജറിൻ്റെ ഫസ്റ്റ് ഇൻവേർഷനാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓർഡർ ചെറിയ വ്യത്യാസം വരും. സി ഷാർപ്പ്, ഇ, എ എന്ന് വരും. കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം
നെക്സ്റ്റ് ബി മൈനർ, ഒരുമയൊടി ബലി അർപ്പിക്കാം. ബി മൈനർ കൊടുത്തതിന് ശേഷം ജി മേജർ, ഡി മേജർ, അങ്ങനെ കൊടുക്കും. കോഡ്സ് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനുള്ള ഭംഗിക്ക് നമുക്ക് വരുത്തിയാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അതിനുശേഷം എൻ്റെ ഇടയ്ക്കത്തെ മ്യൂസിക് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഋതം ഉൾപ്പെടെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകുന്നു. അപ്പോൾ ഒന്നുകൂടെ സ്പീഡ് കുറച്ച് കാണിച്ചു തരാം, നോക്കി പഠിക്കുന്നേ. ഇതാണ് അതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്, ഇടയ്ക്കത്ത് വരുന്ന മ്യൂസിക്. ഇനിയും അനുരഞ്ജിതരായി തീർന്നിടാൻ പാടുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യേണ്ട കോഡ്സ്, അനുരഞ്ജിതരായി തീർന്നിടാം, ഡി മേജർ കൊടുത്തിരിക്കുകയാണ് അവിടെ. നവമൊരു പീഠമൊരുക്കിടാം, അവിടെ കംപ്ലീറ്റ് ഡി മേജർ കൊടുത്താലും മതി. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കോഡ്സ് മാത്രമാണ് പറഞ്ഞു വിടുന്നത് കേട്ടോ. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, അത്രയും ഭാഗം ഡി മേജർ. ഗുരുവിൻ അവിടെ വരുമ്പോൾ ജി മേജർ കൊടുക്കണം. ജി മേജറിന്റെ ഒറിജിനൽ നമുക്കറിയാം GB-D ആണ്. പക്ഷെ ആ ജി മേജർ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ആ ജി മേജറിന്റെ സെക്കൻഡ് ഇൻവേർഷൻ നമ്മൾ പ്ലേ ചെയ്തു, DGB എന്നാക്കി. ഗുരുവിൻ സ്നേഹമൊടിയാകം, ഇവിടെ എ മേജർ കൊടുക്കും, തിരുമുൻപാകെയാണ് ചീടാ. ഗുരുവിൻ സ്നേഹമൊടിയാകം, തിരുമുൻപാകെയാണ് ചീടാ. അങ്ങനെ. അപ്പോൾ അതാണ് ഒരു ആ പാട്ടിനകത്തുള്ള ചില നിങ്ങൾക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന ചില സംഗതികൾ അതൊക്കെയാണ്. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ കൂടുതൽ എഫക്റ്റീവ് ആകുന്ന ഒരു കാര്യമാണ് ഈ പാട്ടിൻ്റെ വരികൾക്കിടയിൽ വായിക്കുന്ന ലിങ്ക്സ്. അത് തിരുനാളിൽ കണ്ടോ, ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ഇങ്ങനെ വായിക്കാം, അങ്ങനെ പല രീതിയിൽ വായിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും വായിച്ചിട്ട് അത് ചേരുന്നതാണെന്ന് തോന്നിയാൽ അതുകൂടെ ഉൾപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. കർത്താവരുളിയ കൽപ്പന പോ കണ്ടോ, അടുത്ത ലൈനിലേക്ക് കണക്ട് ചെയ്ത് തിരുനാമത്തിൽ ചേർന്നിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് പഠിക്കാൻ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്താൽ മതി. ഡൗട്ട്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക് യു.